ഹേ ഗൈസ്, വെൽക്കം ടു മൈ വെഡിങ് വ്ളോഗ്. അപ്പോൾ സമയം രാവിലെ 2:30 ഞാൻ കുളിച്ച് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. 13th July 2024 ആണ് ഡേറ്റ് കേട്ടോ. നമ്മൾ കല്യാണത്തിന് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കൂലേ, അതിൽ പളിപ്പോയൊരു പ്ലാനാണ്. ചെറിയൊരു ഡാൻസ് ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ നമുക്ക് കളിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നോറാസ് മേക്ക് ഓവർ ആണ് എൻ്റെ മേക്കപ്പ്, സാരി ഡ്രേപ്പിംഗ്, ഹെയർ സ്റ്റൈൽ എല്ലാം ചെയ്തത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് മേക്കപ്പിനെക്കാളും കൂടുതൽ ഞാൻ സാരി ഡ്രേപ്പിംഗ് ആണ് ഇങ്ങനെ കുറേ റിസർച്ച് ചെയ്ത് അങ്ങനെയാണ് ഞാൻ നോറേനെ ബുക്ക് ചെയ്തത്. ഞാൻ അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത് ഞാൻ കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ചെറുതായിട്ട് പണി കിട്ടി, നമുക്ക് കറണ്ട് പോയി ഉണ്ടായി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും. എന്നിരുന്നാലും നൂറ് ഭയങ്കര കാമായിരുന്നു. അത് കാരണം ഞാൻ പ്രത്യേകിച്ച് പാനിക്കൊന്നായില്ല. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്. അപ്പോൾ 7:30 to 8:30 ആയിരുന്നു നമ്മുടെ മുഹൂർത്തം വന്നിരുന്നത്. അപ്പോൾ അതാ സൗരവും ഞാനും കണ്ടില്ല താലി കെട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ താലി കെട്ടിയത്. ശ്രീകൃഷ്ണ ടെമ്പിളിലായിരുന്നു നമ്മൾ താലി കെട്ടിയത്. അപ്പോൾ അതാ ഞങ്ങൾ മണ്ഡപത്തിലോട്ട് കയറി. ആദ്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ദനം തൊട്ട് കൊടുക്കുകയാണ് ചെയ്തത്. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. കാരണം കർക്കിടകത്തിന് മുന്നേ മുഹൂർത്തമുള്ള ദിവസം 13-ാം തീയതി മാത്രമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല തിരക്കുണ്ടായപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നാണ് കയറിയത്. പിന്നെ ശരിക്കും നമ്മൾ പറഞ്ഞാൽ അമ്പലത്തിൽ അങ്ങനെ മുഹൂർത്തം ഇല്ല എന്നാണ് പറയുക. അപ്പോൾ നമ്മളെപ്പോഴും എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ വന്ന് താലി കെട്ടി പോവുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ റഷും കാര്യങ്ങളും ഒഴിവാക്കാം കേട്ടോ. കാരണം അന്ന് നമുക്ക് ടൈമിന് കുറേ ലാഗ് വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം റോഡിലാണെങ്കിലും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ എപ്പോഴും പുലർച്ചെ താലികെട്ട് കഴിയുകയാണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ ആ മൊമെൻ്റ് എത്തി. ഞാൻ ശരിക്കും നല്ല ചിരിച്ച് നിൽക്കണമൊക്കെയാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷെ ആ ഒരു മൊമെൻറ്റിൽ ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോയി. നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്നൊക്കെയാണ് താലി കെട്ടെങ്കിൽ കുറച്ച് ചടങ്ങുകളും അതുപോലെ തന്നെ പൂജയൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ അമ്പലത്തിൽ നിന്നായതുകൊണ്ട് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും എല്ലാം തീർന്നുണ്ടായിട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വ്ളോഗ് എടുക്കാനോ ആരെങ്കിലും ഏൽപ്പിക്കാനോ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഈ വീഡിയോസ് അയച്ചു തന്ന സിജിമേമയ്ക്കും കണ്ണൻ്റെ ഫ്രണ്ട്സിനും സൗരവിൻ്റെയും എൻ്റെയും കസിൻസിനും അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വലിയ താങ്ക് യു കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വ്ളോഗ് ഇടാൻ പറ്റിയത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുതു. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഫാമിലി ആയിട്ട്. പിന്നെ നമ്മൾ കപ്പിൾ ഫോട്ടോഷൂട്ട് നടത്തിയത് കുന്നത്തൂർ മനയിൽ നിന്നായിരുന്നു. സംഭവം കുറച്ച് ഡിലേ ഒക്കെ ആയെങ്കിലും മഴ നമ്മളെ ചതിച്ചില്ല കേട്ടോ. അതായിരുന്നു ഏറ്റവും വലിയ പേടി. വലിയ മഴ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ നല്ല നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നമ്മുടെ ഫോട്ടോഗ്രാഫി ടീമിൻ്റെ പേര് ഫാക്സ് മെമ്മറീസ് എന്നാണ് കേട്ടോ. അയ്യോ ഒന്നും പറയാനില്ല, കിഡിലൻ ടീമാണ്. വർക്ക് കൊണ്ടും അതുപോലെ തന്നെ സ്വഭാവം കൊണ്ടും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ നമ്മൾ എന്ത് കാര്യത്തിനും കോൺടാക്ട് ചെയ്താലും അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യും. പിന്നെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര അപ്രോച്ചബിൾ ആണ്. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ചൂസ് ചെയ്ത ടീമും അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴത്തേനും അവിടെ എല്ലാവരും താലൊക്കെ പിടിച്ച് റെഡിയായി നിൽക്കുമായിരുന്നു കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്തോ ഒരു സ്വപ്ന ലോകത്തുള്ള പോലെ ആയിരുന്നു കേട്ടോ. അതുപോലെ പറയാതിരിക്കാൻ പറ്റാത്ത ഒരാളാണ് കേട്ടോ ഉസ്മാൻ അങ്കിൾ. അതായത് നമ്മുടെ സിറ്റി പാലസ് കേച്ചേരി ഓഡിറ്റോറിയത്തിൻ്റെ ഉസ്മാൻ അങ്കിൾ. നമ്മുടെ ഫുഡാണെങ്കിലും സ്റ്റേജ് ഡെക്കറേഷൻ ആണെങ്കിലും ഫുൾ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് നമ്മൾ ഉസ്മാൻ അങ്കിളെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായത്. അത് അടിപൊളിയായി വൃത്തിയായിട്ട് ചെയ്തത്. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പ്രീ വെഡിങ് ഈവ് ആണെങ്കിലും വെഡിങ് ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആൾക്കാർ വന്നിരുന്നു. എന്നിട്ടും ഫുഡ് ഷോർട്ടേജോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് വലിയ താങ്ക് യു. അതുപോലെ തന്നെ അവരെന്തായാലും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയതും നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ. ആരാ വന്നത് ആരാ വരാത്തതെന്നൊന്നും എനിക്കിപ്പോഴും ഓർമ്മയില്ല. എൻ്റെ എല്ലാ ഫ്രണ്ട്സും എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ നേരത്തെ വന്ന് പോവേണ്ടി വന്നു. അവർക്ക് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ കണ്ടില്ല, ഞാൻ ഓരോരുത്തരെയും കണ്ട് ഹായ് കാണിക്കുക കേട്ടോ. സൗരവ അങ്ങനെ തന്നെ. അങ്ങനെ ഞങ്ങൾ മുല്ലപ്പൂ പന്തലിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി നമ്മളെ സ്റ്റേജിലോട്ട് കയറ്റി. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും പൂമാല അണിഞ്ഞു. നമ്മൾ അവിടുന്ന് തുളസിമാലയായിരുന്നു അമ്പലത്തിൽ നിന്ന് അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ പൂമാല ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് മധുരം തരുകയാണ് ചെയ്തത്. പിന്നെ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. അറിയാമല്ലോ, ഫോട്ടോഷൂട്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു നമ്മുടെ സദ്യ. അടിപൊളി സദ്യയായിരുന്നു. എൻ്റെ കല്യാണ സദ്യ ആയതുകൊണ്ട് പറയണമല്ല, എനിക്ക് ഭയങ്കരമായിട്ട്
ഇഷ്ടമായിട്ട്. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോളി വെച്ചിട്ടുണ്ടായിരുന്നു പാലടയുടെ കൂടെ കഴിക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്തു പോണതിന് തൊട്ട് മുന്നേ ആയിട്ട് അങ്ങനെ ഇതാ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. സംഭവം എനിക്ക് പരിചയമുള്ള വീട്ടിലോട്ട് തന്നെയാണ് പോണത്. സൗരവിനെ എനിക്ക് നല്ലോണം അറിയാം. എന്നിരുന്നാലും എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു ഞാൻ കരയുന്നു കേട്ടോ. അതുപോലെ തന്നെയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ യാത്ര പറഞ്ഞു പോകുമ്പോൾ ഭയങ്കര കരച്ചിൽ വന്നു. മേ ബി ഞാൻ ഒരു സെൻസിറ്റീവ് പേഴ്സൺ ആയതുകൊണ്ടായേക്കാം. എന്തായാലും റിസപ്ഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെയാണ് വരിക. എന്നിരുന്നാലും എനിക്ക് എന്തോ ഇങ്ങനെ അച്ഛനോടും അമ്മോടും അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ യാത്ര പറഞ്ഞു വരുമ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു സങ്കടം തോന്നി. പിന്നെ 3 മണിക്കാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. വയനാട്ടിലെത്തണം. ഞാൻ ഭയങ്കര ടയേർഡായി. ഞാൻ രാവിലെ 2:30 ഒരുങ്ങി തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ ആകെ ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കയറുകയാണ്. എൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ നല്ല ടയേർഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ വയനാട് എത്തിയപ്പോൾ ഇതാ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി നാസിക് ഡോലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. തീരെ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ശരിക്കും ഞാൻ സർപ്രൈസ്ഡ് ആയി. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം 10:30 ഇപ്പോൾ നമ്മൾ വയനാട് എത്തിയിട്ടോ. രാത്രിയാണ് എത്തിയത്. എൻ്റെ കോലം കണ്ടാലറിയാം ഞാൻ ഒരു വഴിക്കായി. എൻ്റെ കൂടെ പാപ്പനും മേമയാണ് വന്നിട്ടുണ്ടായത്. രാവിലെ മഴ പെയ്തില്ലെങ്കിലും നമ്മളവിടെ കയറുന്ന ടൈമിൽ മഴ പെയ്തു കേട്ടോ. അവിടെ എല്ലാവരും താലം പിടിച്ച് നമ്മൾ വെൽക്കം ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുകയായിരുന്നു. അതുപോലെ സിസ്റ്റർ കാല് കഴുകി തരുന്ന ഒരു ചടങ്ങുണ്ട്. ഞാൻ ആദ്യമായിട്ടൊക്കെ കാണും. നമ്മളെ ഭാഗത്തും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഫൈനലി ഞാനും സൗരവും ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടോ. ഞാൻ ഇപ്പോഴും പറയുകയാണ്, എനിക്ക് ഇപ്പോഴും അതൊരു ഡ്രീം പോലെ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മൾ ഉള്ളിലോട്ട് കടന്നു. റിസപ്ഷൻ നെക്സ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ.